ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഡിയർ. ഇന്ന് ഞാൻ ബീഫ് റോസ്റ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. ഇതെൻ്റെ അമ്മൂമ്മയുടെ റെസിപ്പിയാണ്. ഈ പാചകം അത്രയ്ക്ക് ശരിയായിട്ടില്ല, എന്നാലും ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. ഇത് അമ്മൂമ്മ പണ്ട് ഉണ്ടാക്കി തന്ന ആ മസാല പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്താൽ കേട്ടോ. സംഭവം കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് പോയാലോ? പിന്നെ ബീഫ് കഴിക്കാൻ പാടില്ലല്ലോ, ചിലവർക്കൊക്കെ അലർജി ഉണ്ടെന്നൊക്കെ പറയുന്നതിന് അതിനൊരു ടിപ്സ് പറഞ്ഞു തരട്ടെ. നമ്മുടെ കറുകപ്പട്ടയുടെ ഇലയില്ലേ, അത് ഇട്ടിട്ട് ബീഫ് നന്നായി കഴുകിയിട്ട് ആ ഇല ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അത് നമുക്ക് ഇങ്ങനെ അലർജിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് 1 കിലോ ബീഫാണ്. അത് നന്നായിട്ട് നാരങ്ങയുടെ നീരൊഴിച്ചിട്ട് കഴുകി വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇതിനൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി വേണമായിരുന്നു. അത് ഇവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഉള്ളിയും പിന്നെ പച്ചമുളക്, 2 ഉരുളൻകിഴങ്ങ്, 1 തക്കാളി കേട്ടോ, ഇതെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചു. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലകൾ പുറത്തുനിന്നുള്ള മസാല ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ അമ്മൂമ്മ ഉണ്ടാക്കി വെച്ച ആ ഒരു കൂട്ട്, ആ മസാലയുടെ റെസിപ്പി ഞാൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മസാല, ഞാൻ പറഞ്ഞ പൊടി കൂട്ടില്ലേ അത്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിൽ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ, അതിലൊക്കെ കൂട്ടിലുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാല ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതേ ബീഫ് ഞാൻ നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചതാട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ വേവിക്കുന്നത്. പിന്നെ ഞാൻ അതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഫ്രൈ ചെയ്യുവാണേ. ശരിക്കും നന്നായിട്ട് ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. പിന്നെ എൻ്റെ ഫോണിൻ്റെ ഇതിനൊക്കെ ക്യാമറയ്ക്ക് അത്ര ക്ലാരിറ്റി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം കുറച്ച് ഓരോന്ന് ശരിയാക്കി വരുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയൊന്നുമില്ല. ഒരു സെൽഫി എടുക്കാൻ പോലും അറിയില്ലായിരുന്നു. അങ്ങനെയുള്ള ഞാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ശരിയാക്കാം കേട്ടോ. പിന്നെ നമ്മൾ സവാള ഇട്ടു. നമ്മൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മസാല ഇടാതിരിക്കുന്ന കേട്ടോ നല്ലത്. നമ്മൾ വളരെ കുറച്ച് മസാല ഇടുന്നതാണ്. അല്ലെങ്കിൽ ആ മസാലയുടെ ടേസ്റ്റ് കാരണം ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ആ മസാലയുടെ കുത്തലും ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബീഫ് വേവിക്കുമ്പോഴേക്കും കുക്കറിലാണെങ്കിൽ ഒരു 4-5 വിസിൽ മാത്രമേ ഇടാവുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അത് ഓഫ് ചെയ്തിടണം. ഞാൻ ബീഫ് വേവിച്ചത് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ നമ്മൾക്ക് ആ ബീഫ് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. പിന്നെ തക്കാളിയും ഉരുളൻകിഴങ്ങ്, ഞാൻ 1 തക്കാളി ചേർക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുക കേട്ടോ, ഇങ്ങനെ തന്നെ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് മോരുകറി ഉണ്ടാക്കുക കേട്ടോ. മോരുകറി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക് ഫ്രൈ ആക്കി എടുത്തിട്ടാട്ടോ. ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കായവും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കടുകും കായവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് ഫ്രൈ ആയി വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഈ വെറും പച്ചമോരാട്ടോ അതിലേക്ക് നമ്മളിത് ഒഴിക്കും. എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ ഇങ്ങനെ വെച്ചാൽ, നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ പറ്റി ഉരുളൻകിഴങ്ങും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല റോസ്റ്റ് പരുവായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ ആ മസാലക്കൂട്ടിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. പിന്നെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ എല്ലാവരോടും ആദ്യം തന്നെ സോറി പറയുന്നു. കാരണം എൻ്റെ തൊണ്ടയ്ക്ക് ചെറുതായിട്ട് ഒരു പ്രശ്നം, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോയിൽ ശരിക്കും ക്ലിയർ ആയോന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ.